ശ്രീ പത്മനാഭൻ, അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങൾ വളരെ കൃത്യമായി ചരിത്രരേഖയായി നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു MLA ആയിരുന്നു ശ്രീ പിണറായി വിജയൻ, കൂത്തുപറമ്പ് MLA. അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാല് തല്ലി ഒടിച്ചു. എന്തിന്? അദ്ദേഹം CPM-ൽ പ്രവർത്തിച്ചതിന് വേണ്ടി. പോലീസുകാർ ചെയ്യേണ്ട പണി അതാണോ? ലാത്തി ചാർജ്, ഇപ്പോൾ ഒരു സമരം നടക്കുമ്പോൾ ലാത്തി ചാർജ് ചെയ്യുമ്പം ചിലപ്പോൾ കാലിൻ്റെ എല്ലൊക്കെ പൊട്ടാക്കാം. ഇതെന്താ സംഭവിച്ചത്? ഇനി രാജ്നാഥ് സിംഗിൻ്റെ സ്വന്തം വീട്ടിലുണ്ടായ അനുഭവം പറയാം. ജനസംഘത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്നാഥ് സിംഗിനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ വളരെ അസുഖം പിടിച്ച് കിടക്കുകയാണ്, പെരോൾ വേണം. അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ ഒരു നിയമമുണ്ടല്ലോ, മിസ, അത് പ്രകാരം ചെയ്തതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയെ ഒന്ന് കാണണമെന്ന്. കാണാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ മരണാനന്തര ക്രിയകളിൽ പങ്കെടുക്കാൻ അവസരം ചോദിച്ചു, അതും കൊടുത്തില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ പ്രതിപക്ഷ നേതാക്കൾ, ലോക്നാഥ് ജയപ്രകാശ് നാരായണൻ, സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പരിഷ്കർത്താവ്, ഹരിജനോദ്ധാരകൻ, ഇതൊക്കെ ചെയ്ത ജയപ്രകാശ് നാരായണനെ ജയിലിൽ പിടിച്ചിട്ടു. അദ്ദേഹത്തിൻ്റെ വൃക്കയ്ക്ക് തകരാറ് വന്നപ്പോൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചു. ഇതൊക്കെ ചെയ്തവരാണ് എന്തൊക്കെയാ പറയുന്നത്. കാലം ഒരു വലിയ കണ്ണാടി തൂക്കിയിട്ടുണ്ട്. അതിന് മുമ്പിൽ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ലജ്ജ തോന്നുകയാണ്, തങ്ങളുടെ മുഖത്തെ ചോരപ്പാടുകൾ കണ്ടിട്ട്. അതിന് ആ ജാള്യത ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാണ് ഇന്നത്തെ ചർച്ച. സത്യത്തിൽ വടി കൊടുത്ത് അടി വാങ്ങുന്ന പണിയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.